അദ്ധ്യായം 73 അൽ മുസമ്മിൽ. മക്കയിൽ അവതരിച്ചത്. ഒന്നാം സൂക്തത്തിൽ നബിയെ മുസമ്മിൽ അഥവാ വസ്ത്രം കൊണ്ട് മൂടിയവൻ എന്ന് വിശേഷിപ്പിച്ചതാണ് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേരു നൽകാൻ കാരണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ, ഹേ വസ്ത്രം കൊണ്ട് മൂടിയവനെ, ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ, രാത്രി അല്പസമയമൊഴിച്ച് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുക. നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീലാ, രാത്രിയുടെ പകുതി അല്ലെങ്കിൽ അതിൽ നിന്ന് അല്പം കുറച്ചുകൊള്ളുക. ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ, അല്ലെങ്കിൽ അതിനേക്കാൾ വർദ്ധിപ്പിച്ചുകൊള്ളുക. ഖുർആൻ സാവകാശത്തിൽ പാരായണം നടത്തുകയും ചെയ്യുക. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ തഖീലാ, തീർച്ചയായും നാം നിന്റെ മേൽ ഒരു കനപ്പെട്ട വാക്ക് ഇട്ടുതരുന്നതാണ്. ഇന്ന നാശിഅതൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീലാ, തീർച്ചയായും രാത്രിയിൽ എഴുന്നേറ്റു നമസ്കരിക്കൽ കൂടുതൽ ശക്തമായ ഹൃദയ സാന്നിധ്യം നൽകുന്നതും വാക്കിനെ കൂടുതൽ നേരെ നിർത്തുന്നതുമാകുന്നു. ഇന്ന ലക ഫിന്നഹാരി സബ്ഹൻ തവീലാ, തീർച്ചയായും നിനക്ക് പകൽ സമയത്ത് ദീർഘമായ ജോലി തിരക്കുണ്ട്. വദ്കുർ ഇസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീലാ, നിന്റെ രക്ഷിതാവിന്റെ നാമം സ്മരിക്കുകയും മറ്റു ചിന്തകൾ വെടിഞ്ഞ് അവങ്കലേക്ക് മാത്രമായി മടങ്ങുകയും ചെയ്യുക. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ ഇല്ലാ ഹുവ ഫത്തഖിദ്ഹു വകീലാ, ഉദയസ്ഥാനത്തിന്റെയും അസ്തമനസ്ഥാനത്തിന്റെയും രക്ഷിതാവാകുന്നു അവൻ. അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. അതിനാൽ ഭരമേൽപ്പിക്കപ്പെടേണ്ടവനായി അവനെ സ്വീകരിക്കുക. വസ്ബിർ അലാ മാ യഖൂലൂന വഹ്ജുർഹും ഹജ്റൻ ജമീലാ, ആ അവിശ്വാസികൾ പറയുന്നതിനെപ്പറ്റി നീ ക്ഷമിക്കുകയും ഭംഗിയായ വിധത്തിൽ അവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക. വദർനി വൽ മുകദ്ദിബീന ഉലിൻ നഅമതി വമഹ്ഹിൽഹും ഖലീലാ, എന്നെയും സുഖാനുഗ്രഹങ്ങൾ ഉള്ളവരായ സത്യനിഷേധികളെയും വിട്ടേക്കുക. അവർക്ക് അല്പം ഇടകൊടുക്കുകയും ചെയ്യുക. ഇന്ന ലദൈനാ അൻകാലൻ വജഹീമാ, തീർച്ചയായും നമ്മുടെ അടുക്കൽ കാൽച്ചങ്ങലകളും ജ്വലിക്കുന്ന നരകാഗ്നിയും വതഅമൻ ദാ ഗുസ്സതിൻ വഅദാബൻ അലീമാ, തൊണ്ടയിൽ അടഞ്ഞു നിൽക്കുന്ന ഭക്ഷണവും വേദനയേറിയ ശിക്ഷയുമുണ്ട്. യൗമ തർജുഫുൽ അർദു വൽ ജിബാലു വകാനത്തിൽ ജിബാലു കതീബൻ മഹീലാ, ഭൂമിയും പർവ്വതങ്ങളും വിറകൊള്ളുകയും പർവ്വതങ്ങൾ ഒലിച്ചുപോകുന്ന മണൽക്കുന്നുപോലെയാവുകയും ചെയ്യുന്ന ദിവസത്തിൽ ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും കമാ അർസൽനാ ഇലാ ഫിർഔന റസൂലാ, തീർച്ചയായും നിങ്ങളിലേക്ക് നിങ്ങളുടെ കാര്യത്തിന് സാക്ഷിയായിട്ടുള്ള ഒരു ദൂതനെ നാം നിയോഗിച്ചിരിക്കുന്നു. ഫിർഔന്റെ അടുത്തേക്ക് നാം ഒരു ദൂതനെ നിയോഗിച്ചതുപോലെ തന്നെ. ഫഅസാ ഫിർഔനുർ റസൂല ഫഅഖദ്നാഹു അഖ്ദൻ വബീലാ, എന്നിട്ട് ഫിർഔൻ ആ ദൂതനോട് ധിക്കാരം കാണിച്ചു. അപ്പോൾ നാം അവനെ കടുത്ത ഒരു പിടുത്തം പിടിക്കുകയുണ്ടായി. فكيف تتقون إن كفرتم يوما يجعل الولدان شيبا, എന്നാൽ നിങ്ങൾ അവിശ്വസിക്കുകയാണെങ്കിൽ കുട്ടികളെ നരച്ചവരാക്കി തീർക്കുന്ന ഒരു ദിവസത്തെ നിങ്ങൾക്ക് എങ്ങനെ സൂക്ഷിക്കാനാവും? السماء منفطر
به كان وعده مفعولا. അതുനിമിത്തം ആകാശം പൊട്ടിപ്പിളരുന്നതാണ്. അല്ലാഹുവിന്റെ വാഗ്ദാനം പ്രാവർത്തികമാക്കപ്പെടുന്നതാകുന്നു. إن هذه تذكرة فمن شاء اتخذ إلى ربه سبيلا. തീർച്ചയായും ഇതൊരു ഉത്ബോധനമാകുന്നു. അതിനാൽ വല്ലവനും ഉദ്ദേശിക്കുന്ന പക്ഷം അവൻ തന്റെ രക്ഷിതാവിങ്കലേക്ക് ഒരു മാർഗം സ്വീകരിച്ചുകൊള്ളട്ടെ. إن ربك يعلم أنك تقوم أدنى من ثلثي الليل ونصفه وثلثه وطائفة من الذين معك والله يقدر الليل والنهار علم أن لن تحصوه فتاب عليكم فاقرؤوا ما تيسر من القرآن علم أن سيكون منكم مرضى وآخرون يضربون في الأرض يبتغون من فضل الله وآخرون يقاتلون في سبيل الله فاقرؤوا ما تيسر منه وأقيموا الصلاة وآتوا الزكاة وأقرضوا الله قرضا حسنا وما تقدموا لأنفسكم من خير تجدوه عند الله هو خيرا وأعظم أجرا واستغفروا الله إن الله غفور رحيم. നീയും നിന്റെ കൂടെയുള്ളവരിൽ ഒരു വിഭാഗവും രാത്രിയുടെ മിക്കവാറും 2/3 ഭാഗവും ചിലപ്പോൾ പകുതിയും ചിലപ്പോൾ 1/3 നിന്നു നമസ്കരിക്കുന്നുണ്ട് എന്ന് തീർച്ചയായും നിന്റെ രക്ഷിതാവിനറിയാം. അല്ലാഹുവാണ് രാത്രിയെയും പകലിനെയും കണക്കാക്കുന്നത്. നിങ്ങൾക്ക് അത് ക്ലിപ്തപ്പെടുത്താനാവുകയില്ലെന്ന് അവനറിയാം. അതിനാൽ അവൻ നിങ്ങൾക്ക് ഇളവ് ചെയ്തിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ഖുർആനിൽ നിന്ന് സൗകര്യപ്പെട്ടത് ഓതിക്കൊണ്ട് നമസ്കരിക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ രോഗികളും ഭൂമിയിൽ സഞ്ചരിച്ച് അല്ലാഹുവിന്റെ അനുഗ്രഹം തേടിക്കൊണ്ടിരിക്കുന്ന വേറെ ചിലരും അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന മറ്റു ചിലരും ഉണ്ടാകും എന്ന് അല്ലാഹുവിനറിയാം. അതിനാൽ ഖുർആനിൽ നിന്ന് സൗകര്യപ്പെട്ടത് നിങ്ങൾ പാരായണം ചെയ്തുകൊള്ളുകയും നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും അല്ലാഹുവിന് ഉത്തമമായ കടം നൽകുകയും ചെയ്യുക. സ്വദേഹങ്ങൾക്കുവേണ്ടി നിങ്ങൾ എന്തൊരു നന്മ മുൻകൂട്ടി ചെയ്തു വെക്കുകയാണെങ്കിലും അല്ലാഹുവിങ്കൽ അത് ഗുണകരവും ഏറ്റവും മഹത്തായ പ്രതിഫലമുള്ളതുമായി നിങ്ങൾ കണ്ടെത്തുന്നതാണ്. നിങ്ങൾ അല്ലാഹുവോട് പാപമോചനം തേടുകയും ചെയ്യുക. തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു.